സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മാനസ ചേരുന്നു. മാനസ, കാലാവസ്ഥാ സംബന്ധിയായ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തെ മഴ എങ്ങനെയാണ്? ഷമി, ഇതുവരെയും കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി പ്രഖ്യാപിച്ച അലർട്ടുകളാണ് ഇപ്പോഴും തുടരുന്നത്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഉണ്ട് എന്ന അറിയിപ്പാണ് ഇപ്പോഴും തുടരുന്നത്. അല്പസമയത്തിനകം പുതിയ അലർട്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടിയും സംസ്ഥാനത്ത് ഈ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ശക്തമായ മഴയില്ലെങ്കിൽ കൂടിയും നേരിയ തോതിലുള്ള മഴ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഏത് നിമിഷവും അതിശക്തമായതോ അല്ലെങ്കിൽ അതിതീവ്രമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഈ ഇടിമിന്നൽ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ, അതോടൊപ്പം തന്നെ കുന്നിടിച്ചിൽ, മണ്ണിടിച്ചിൽ, ഒപ്പം തന്നെ ഈ മിന്നൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെയും നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം കേരള തീരത്തും ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് റിമാൽ ചുഴലിക്കാറ്റ് എത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. രാവിലെയോടെ തന്നെ റിമാൽ ചുഴലിക്കാറ്റ് എത്തും എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമാണ് ഇപ്പോഴുള്ളത്. അത് വൈകുന്നേരത്തോടെ തന്നെ അതിതീവ്രമാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. ഒപ്പം തന്നെ ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി മാറിയതോടുകൂടി തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല. എങ്കിൽ കൂടിയും ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ കേരള തീരത്ത് ഭീഷണി നിലനിൽക്കുന്നതിനാൽ വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണം. കടലേറ്റത്തിനും അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കടലിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിലേക്ക് പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ രാത്രി യാത്രാ വിലക്കും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കും ഇപ്പോൾ തുടരുകയാണ്. ഓറഞ്ച്, റെഡ് അലർട്ട് ഇല്ല എങ്കിൽ കൂടിയും പൊതുജനങ്ങൾ ഈ മഴയത്ത് ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരം കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പോസ്റ്റ് വീഴുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും അതീവ ജാഗ്രത പുലർത്തണം. റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴും ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒപ്പം താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും ഇപ്പോൾ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാനസ, ഈ തീരദേശ മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ്? തീരദേശ മേഖലയിൽ ഈ മഴക്കാലം വലിയ ദുരിതത്തിൻ്റെ നാളുകളാണ്. കടലാക്രമണം, ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ, അതെല്ലാം അവർ നേരിടേണ്ട ഒരു കാലമാണിത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വേനൽ മഴ ശക്തമായതിനു ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി ഇറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് ഇതുവരെയും തുടരുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് അവരെ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ അറബിക്കടലിലും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലുമൊക്കെയായി കേരള തീരത്തിന് അകലെയാണെങ്കിൽ കൂടിയും ചക്രവാത ചുഴിയും ചുഴലിക്കാറ്റും രൂപപ്പെടുന്നു. ന്യൂനമർദ്ദ പാത്തി ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നത് വൻ ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരത്ത് ഭീഷണി നിലനിൽക്കുന്നതിനാൽ, അല്ലെങ്കിൽ ഈ ഒരു തീവ്ര ന്യൂനമർദ്ദം അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് അതിശക്തമായി പ്രാപിക്കുമ്പോൾ അത് വലിയൊരു രീതിയിലുള്ള അപകട സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരദേശവാസികളോട്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളോടും ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണം. ഈ തീരത്ത് അല്ലെങ്കിൽ ഈ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത പാടെ ഉപേക്ഷിക്കണമെന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പായി ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചിലയിടങ്ങളിലൊക്കെയും കടലേറ്റത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതീവ ഗുരുതരമല്ല എങ്കിൽ കൂടിയും വീടിനകത്തേക്ക് വെള്ളം കയറുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ കൂടിയും മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. എങ്കിൽ കൂടിയും ഈ മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തീരദേശത്തുള്ളവർ
അത് അധികൃതരെ അറിയിക്കണമെന്നും അല്ലെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തീരദേശത്തുള്ളവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകണം എന്ന അറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടിരിക്കുന്നത്. മനസ്സ, ഒപ്പം തന്നെ ഈ മലയോര മേഖലയിലെ ഒരു അവസ്ഥ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മലയോര മേഖലയെ സംബന്ധിച്ച് വലിയ മഴ മലയോര മേഖലയിൽ ലഭിക്കുന്നു. പൊന്മുടി അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ട്. അവിടേക്കുള്ള ആൾക്കാരുടെ യാത്ര എല്ലാം മാറ്റിവെക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ധാരാളം താമസിക്കുന്ന മേഖലയാണ്, എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഈ വേനൽ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് പൊന്മുടി ഭാഗത്താണ്. ഈ മലയോര മേഖലകളിലാണ് ഏറ്റവും അതിശക്തമായ മഴ ലഭിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെയും വന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് വിവരവും പൊന്മുടിയിലാണ് ഏറ്റവും കൂടുതൽ മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഉള്ള അതീവ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിശക്തമായ മഴ മുന്നറിയിപ്പൊന്നുമില്ല, അതോടൊപ്പം തന്നെ തീവ്ര മഴ മുന്നറിയിപ്പൊന്നും എങ്കിൽ കൂടിയും ഈ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായോ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറുകൾ ഇടവിട്ട് പ്രവചിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ നല്ല രീതിയിൽ മഴ ലഭിക്കും. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റാണ്. അതുകൊണ്ട് ഈ ഇടങ്ങളിൽ രാത്രി യാത്ര വിലക്കുണ്ട്. പെട്ടെന്ന് ഈ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ, കുന്നിടിച്ചൽ, മണ്ണിടിച്ചൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസവും വർക്കലയിൽ പാപനാശം കുന്ന് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ദുരന്തപൂർണമായ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൈവിടാതെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ മുന്നോട്ട് പോകണമെന്ന അറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇത്തരം ഉയർന്ന മേഖലകളിലുള്ള സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ വിലക്കും തുടരുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ യാത്ര നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ും അതുപോലെ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. മാനസ തുടരുന്നു. മാനസ, ഈ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഈ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതൽ നിർദ്ദേശങ്ങളും നടപടികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, പെട്ടെന്ന് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെയും താമസിക്കുന്നവർ വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ മാറി താമസിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് ജില്ലാ കൺട്രോൾ റൂമിനെ അറിയിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ജില്ലയിലും അതോടൊപ്പം തന്നെ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളൊക്കെയും ഈ താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സജ്ജമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര സമീപ പ്രദേശങ്ങളിലുള്ള 6 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. പെട്ടെന്ന് അവിടുത്തെ സ്ഥിതി അല്ലെങ്കിൽ ആശ്വാസമായ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഈ ജില്ലയിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണെങ്കിൽ കൂടിയും ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കൊന്നും സാധ്യതയില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, അത് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഏത് നിമിഷവും ഈ അലർട്ടുകളിൽ മാറ്റം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ അപകട മേഖലകളിൽ തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.